നമസ്തേ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അനിമൽ ബ്രീത്തിങ്സ് ആണ്. യോഗയിൽ പ്രധാനമായും 4 അനിമൽ ബ്രീത്തിങ്സ് ആണുള്ളത്. ക്യാറ്റ് ബ്രീത്തിങ് മാർജാര ശ്വസനം, ടൈഗർ ബ്രീത്തിങ് വ്യാക്ര ശ്വസനം, എലിഫന്റ് ബ്രീത്തിങ് ഗജ ശ്വസനം, റാബിറ്റ് ബ്രീത്തിങ് ശശാങ്ക ശ്വസനം. അനിമൽ ബ്രീത്തിങ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉള്ളത്. ഏറ്റവും പ്രധാനമായത് നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ഓൾ ബോഡി നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും അനിമൽ ബ്രീത്തിങ്ങിലൂടെ സാധ്യമാണ്. അതുപോലെ തന്നെ ഓൾ ബോഡി ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും അനിമൽ ബ്രീത്തിങ്ങിലൂടെ സാധ്യമാണ്. നമുക്കിനി എങ്ങനെയാണ് അനിമൽ ബ്രീത്തിങ്സ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർജാര ശ്വസനമാണ്. നമ്മൾ മുട്ടുകുത്തി കൈപ്പത്തികൾ തറയിൽ വെച്ചാണ് നിൽക്കുന്നത്. അതിൻ്റെ രീതി നമ്മുടെ കാൽമുട്ടുകളിലേക്ക് കൈമുട്ടുകൾ ഇതുപോലെ അടുപ്പിച്ച് വെക്കുക. ശേഷം കൈപ്പത്തിയിൽ ഉയർന്നു നിൽക്കുക. ശ്വാസം അകത്തേക്കെടുത്ത് നമ്മുടെ നട്ടെല്ലിനെ പരമാവധി താഴേക്ക് കൊണ്ടുവരിക. മുകളിലേക്ക് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് നട്ടെല്ല് പരമാവധി ഉയർത്തുക. ഇത് ഒരു 10 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് ചെയ്യുക. ഒരിക്കൽ കൂടി കാണിക്കാം. നട്ടെല്ല് പരമാവധി താഴേക്ക് കൊണ്ടുവന്ന് ശ്വാസം അകത്തേക്കെടുത്ത് മുകളിലേക്ക് നോക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് നട്ടെല്ല് ഉയർത്തി താഴേക്ക്. ഇതാണ് മാർജാര ശ്വസനം. അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് വ്യാഘ്ര ശ്വസനം അഥവാ ടൈഗർ ബ്രീത്തിങ്. നമ്മൾ നേരത്തെ നിന്ന പോലെ തന്നെ മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നിൽക്കുക. ആദ്യം വലത് കാൽ ശ്വാസം അകത്തേക്കെടുത്ത് പരമാവധി ബാക്കിലോട്ട് ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ട് പരമാവധി നെറ്റിയിലേക്ക് കൊണ്ടുവരിക. പരമാവധി നെറ്റിയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇത് ആവർത്തിക്കുക 10 പ്രാവശ്യം. ശേഷം ഇതുപോലെ തന്നെ ഇടത് കാലും ചെയ്യണം. രണ്ട് കാലും ഒരു 10 പ്രാവശ്യം ചെയ്യുക. ശ്വസനഗതിയിൽ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗജ ശ്വസനമാണ് അഥവാ എലഫൻറ്റ് ബ്രീത്തിങ്. ഗജ ശ്വസനം ചെയ്യാനായിട്ട് മാറ്റിന് ഏറ്റവും പിറകിലോട്ട് വരിക. കൈകൾ പരമാവധി മുമ്പിലേക്ക് വെക്കുക. ശ്വാസം പരമാവധി അകത്തേക്കെടുത്തുകൊണ്ട് പിറകോട്ട് വരിക. ശ്വാസം വിട്ടുകൊണ്ട് കുതിച്ച് മുന്നോട്ട് ഇതുപോലെ വരിക. ഒരു 10 പ്രാവശ്യം ആവർത്തിക്കുക. അതിനുശേഷം റാബിറ്റ് ബ്രീത്തിങ് അഥവാ ശശാങ്ക ശ്വസനമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അത് ചെയ്യുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുപോലെ വജ്രാസനത്തിലാണ് ഇരിക്കേണ്ടത്. നമ്മുടെ കൈകൾ തള്ളവിരലിനെ മറ്റു വിരലുകൾ കൊണ്ട് പൊതിയുക. താഴെ അടിവയറിലായിട്ട് ഇതുപോലെ വെക്കുകയാണ് ചെയ്യേണ്ടത്. ശേഷം ഒരു ദീർഘശ്വാസം അകത്തേക്കെടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വന്ന് നെറ്റി തറയിൽ മുട്ടിക്കുക. ശ്വാസം അകത്തേക്കെടുത്ത് വീണ്ടും മുകളിലോട്ട് ഇതുപോലെ 10 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട 4 അനിമൽ ബ്രീത്തിങ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അതിനെല്ലാം ഉപരി ലങ്സ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ സാധ്യമാണ്. താങ്ക് യു.